ബാറുകളിൽ പതിവായി മദ്യപിക്കാൻ പോകുന്നവരാണോ നിങ്ങൾ? അവിടെ എത്തുമ്പോൾ ചുറ്റുപാടുമൊന്ന് നിരീക്ഷിക്കണം. വാക്കുതർക്കവും കയ്യാങ്കളിയും സംഘർഷങ്ങളും പതിവ് കാഴ്ചയാണ്. ഇത്തരം ചെറിയ പ്രശ്നങ്ങളാണ് പിന്നെ കൊലപാതകത്തിലേക്ക് പോലും വഴിമാറുന്നത്. കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ നിയന്ത്രിക്കുന്നത് സ്വന്തം മനസ്സോ ചിന്തകളോ ആയിരിക്കില്ല. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബാറിൻ്റെ വാക്കുതർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത്. കിള്ളിയിൽ സ്വദേശി രാഹുലിനെ താക്കോൽ കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പനയങ്കോട് സ്വദേശി രാഹുൽ അജികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഒളിവിലുള്ള മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. ബൈക്ക് വിൽപ്പനയെ ചൊല്ലിയുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. രാത്രി 11 മണിയോടെ കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപമാണ് സംഭവം. 2 ദിവസം മുമ്പ് കാട്ടാക്കടയിലെ ബാറിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് രാത്രി കിള്ളിയിൽ രാഹുലും മറ്റൊരാളും തമ്മിൽ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. ഇതിനിടയിലാണ് രാഹുലിന്റെ വാരിയലിന് സമീപത്തായി താക്കോൽ കൊണ്ട് കുത്തേൽക്കുന്നത്. കുത്തേറ്റതിനു ശേഷവും രാഹുൽ അവിടെ തന്നെ തുടർന്നിരുന്നു. തന്നെ ആരോ കുത്തിയെന്നും രാഹുൽ നാട്ടുകാരോട് പറയുകയും ചെയ്തു. തുടർന്ന് ശ്വാസതടസ്സം ഉൾപ്പെടെ നേരിട്ടതോടെ നാട്ടുകാർ ഇയാളെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താക്കോൽ തുളച്ചുകയറി ആന്തരികാവയവങ്ങൾക്ക് സാരമായി പരുക്കേറ്റതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന പനയങ്കോട് സ്വദേശിയായ യുവാവിനെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാഹുൽ അജികുമാർ എന്നയാളാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട ഉസ്മാൻ എന്നയാൾക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി. മരണപ്പെട്ട യുവാവിനെ ആരാണ് കുത്തിയത് എന്ന് വ്യക്തമായിട്ടില്ല. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിനു ശേഷം ഇരുവരും കിള്ളിയിൽ വെച്ച് ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ശ്രീകുട്ടൻ എന്ന വ്യക്തിക്ക് രാഹുൽ തന്റെ ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു. 10,000 രൂപയ്ക്കാണ് വിൽപ്പന ഉറപ്പിച്ചത്. ഇതിൽ 6,000 രൂപ മാത്രമാണ് ലഭിച്ചത്. ബാക്കിയുള്ള 4,000 രൂപ കിട്ടുന്നതിനായി ഇയാൾ ശ്രീകുട്ടനെ ഫോണിൽ വിളിച്ചു. ശ്രീകുട്ടന്റെ സഹോദരിയാണ് ഫോൺ എടുത്തത്. സഹോദരിയോട് രാഹുൽ അജികുമാർ മോശമായി സംസാരിച്ചു. ഈ വിവരം ശ്രീകുട്ടന്റെ സഹോദരി രാഹുലിനോട് പറഞ്ഞു. ഇതറിഞ്ഞ രാഹുൽ അജികുമാറുമായും സുഹൃത്ത് ഉസ്മാനുമായും സംസാരിക്കാനെത്തി. ഇതിനിടെയാണ് താക്കോൽ കൂട്ടം കൊണ്ടുള്ള കുത്ത് രാഹുലിനേൽക്കുന്നത്. താക്കോൽ കൂട്ടത്തിനിടയിൽ പേനക്കത്തി ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ന്യൂസ് 18 കാട്ടാക്കട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.